ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം. എൻ്റെ പച്ച കപ്പയാണ് ഇത്. നമുക്ക് ഇതിനകത്തോട്ട് ഇതിനൊന്ന് ചോപ്പ് ചെയ്തിടാം. ഇതേപോലെ നൈസായിരിക്കും, പ്രിങ്കിളിരിക്കില്ലേ, അതേപോലെ ഇരിക്കും. അതെ, ആ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചു. അരമണിക്കൂർ അവിടെ കിടക്കട്ടെ, ഒടിഞ്ഞു പോകരുത്. നമ്മളതെല്ലാം ഇനി കോരിയെടുത്തു. ഞാൻ അല്പം നേരം അവിടെ ഇരുന്നാൽ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങട്ടെ, പറ്റട്ടെ. യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതേപോലെ ഇരുന്ന് കപ്പ അവർ ഡയറക്റ്റ് എണ്ണയിലോട്ടങ്ങ് ചോപ്പ് ചെയ്തിടുകയോ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ ഇടാൻ എനിക്കൊരു പേടി. ഞാനിവിടെ ഒന്ന് അല്ലാതെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വറുത്ത് നോക്കി. അവർ വറുത്തെടുക്കുന്നത് പോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ കപ്പ നമുക്ക് വഴിയോരത്ത് വിൽക്കുന്നത് പോലെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഒടിയരുത്, നൂന്ന് തന്നെ അടിക്കണമല്ല, ഒന്ന് മൊരിയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അഥവാ ഒട്ടിയിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി വീഴണം. അതിനാ ചെറുതായിട്ടൊന്ന് ഇളക്കണം. കുത്തി ഒടിക്കുകയൊന്നും ചെയ്ത് ക്ഷമയോടുകൂടി വറുത്തെടുക്കാം. അത് മൂത്ത് തുടങ്ങി. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഇടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് മൂക്കാൻ തുടങ്ങി നമുക്കിത് നീങ്ങി കോരണം. കോരിയെടുക്കാം. മൂത്തു. ഈ പാത്രത്തിലോട്ടിടാം. അതേപോലെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് വറുത്തെടുക്കാം. അതേപോലെ നല്ല നൈസായിട്ടിരിക്കുമല്ലേ, നല്ല ഒടിച്ച് നോക്കി, നല്ല ക്രിപ്സി ആയിട്ടിരിക്കുക. തട്ടുകട സ്റ്റൈലിൽ വറുത്തെടുത്ത പച്ചക്കപ്പ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. ഞാൻ നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. ഒരേ എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുത്തു. ഓക്കെ, നിങ്ങൾ കഴിക്കട്ടെ. നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈലിൽ വറുത്തെടുത്ത പച്ചക്കപ്പ, കപ്പ ചിപ്സ്. തട്ടുകട സ്റ്റൈലിൽ വറുത്തെടുത്ത കപ്പ ചിപ്സ്.